മുഹറം മാസം മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് വിജയങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും മാസമാണ്. മുൻകാല പ്രവാചകന്മാർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള പ്രവാചകന്മാർക്ക് വിജയങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും ലഭിച്ച മാസമാണ് മുഹറം മാസം. ആ മാസം മൊത്തത്തിൽ നഹ്സാണ്, ശരിയല്ല, ഒന്നിനും കൊള്ളില്ല എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ശരിയല്ല. മുഹറമിൽ ബലാഇന് ഇരയാക്കപ്പെട്ടവർക്ക് മാത്രമാണ്, അവരുടെ അനുയായികൾക്കും മാത്രമാണ് മുഹറം നഹ്സാകുന്നത്, പ്രതികൂലമാകുന്നത്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അത് സഅദാണ്, വിജയത്തിൻ്റെ മാസമാണ്. എല്ലാ മാസത്തിലും നഹ്സുള്ളതുപോലെ മുഹറമിൻ്റെ മാസത്തിലെ ചില ദിവസങ്ങൾക്ക് നഹ്സുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ മുഹറം പൂർണ്ണമായും നഹ്സാണ് എന്ന വാദം ശരിയല്ല, തിരുത്തപ്പെടേണ്ടതാണ്. മുഹറം മാസം മുഅ്മിനീങ്ങൾക്ക് നല്ല മാസം തന്നെയാണ്. എന്നാൽ മുഹറമിൻ്റെ ആദ്യത്തെ 10 ദിവസം മുൻഗാമികളായ മഹത്തുക്കൾ സൽക്കാരം വേണ്ടി വരുന്ന കല്യാണം, കുടിയിരിപ്പ് പോലെയുള്ള കാര്യങ്ങൾക്ക് തിരഞ്ഞെടുത്തില്ല എന്നത് അവർ ആ ദിവസങ്ങളിൽ നോമ്പുകാരായിരിക്കാൻ താൽപ്പര്യപ്പെട്ടു എന്നതിൻ്റെ പേരിലാണ്. അല്ലാതെ ആ ദിവസങ്ങളിൽ അത്തരം സൽക്കാര പരിപാടികൾ പാടില്ല എന്നതിൻ്റെ പേരിലല്ല. ചുരുക്കത്തിൽ ജാഹിലിയ്യ കാലം മുതൽ തന്നെ മുഹറം മാസത്തിന് പവിത്രതയുണ്ട്. നല്ല കാര്യങ്ങൾ തുടങ്ങേണ്ടുന്ന മാസമാണ് മുഹറം. റമദാൻ കഴിഞ്ഞാൽ നോമ്പിന്, മറ്റുള്ള ആരാധനകൾക്ക് പറ്റിയ നല്ല മാസമാണ് മുഹറം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാവുന്നതാണ്. ഈ ആശയം മനസ്സിലാക്കാവുന്നതാണ്.